കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നത നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും കേരളത്തിലെ എല്ലാ കാര്യങ്ങളിലും ശക്തമായി എപ്പോഴും ജനകീയ വിഷയങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേരെ വധഭീഷണി ഉയർത്തിക്കൊണ്ട് ഒരു കേരളത്തിൽ നിന്നൊരു ബിജെപി നേതാവ്, ബിജെപിയുടെ പിന്തുണയുള്ള ഒരു നേതാവ്, ബിജെപിയുമായി ബന്ധപ്പെട്ട നേതാവ് ഇങ്ങനൊരു വധഭീഷണിക്ക് മുന്നോട്ട് വന്നപ്പോൾ സാധാരണ സംഭവമാണെങ്കിൽ പോലും ഏത് ഗവൺമെന്റ് ആയാലും കേസെടുത്ത് അയാളെ കൈയോടെ അറസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ അറസ്റ്റിന് തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഏതാനും ദിവസങ്ങളായി കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളമെമ്പാടും പ്രതിഷേധവും സമരവും നടക്കുകയാണ്. നിയമസഭയിൽ ഇന്നീ വിഷയം UDF കൊണ്ടുവരുമ്പോൾ, പ്രതിപക്ഷം കൊണ്ടുവരുമ്പോൾ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ പ്രത്യേകിച്ചും ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും ശ്രദ്ധേയനായ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ടായ ഒരു നീക്കം, ഒരു വധഭീഷണി എന്ന നിലയിൽ ഗൌരവമായ തലത്തിൽ ഈ വിഷയത്തിൽ അന്വേഷണം നടത്താനും ഈ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യാനും ഗവൺമെന്റ് തയ്യാറാകേണ്ടതാണ്. അതിന് പകരം ഇത് നിയമസഭയിലെ വിഷയം കൊണ്ടുവന്നപ്പോൾ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഗവൺമെന്റ് വളരെ നിഷേധാത്മകമായൊരു നിലപാട് ഇക്കാര്യത്തിലെടുത്തു. BJPയും CPMും തമ്മിലുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ടിന്റെ ഭാഗമായി ഇന്ത്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട, ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും ശ്രദ്ധേയനായ രാഹുൽ ഗാന്ധിക്ക് നേരെ ഉണ്ടായ സംഭവത്തിൽ പോലും ഗവൺമെന്റ് ഇങ്ങനൊരു നിലപാടാണ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ സമീപനമാണ് വ്യക്തമാക്കുന്നത്. ഈ തെറ്റായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് സഭ ബഹിഷ്കരിച്ചു. UDF കേരളമൊട്ടാകെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ ഐക്യജനാധിപത്യ മുന്നണി തീരുമാനിച്ചിരിക്കുന്നു.